മാഡത്തിന് തിരക്കൊന്നും ഇല്ലല്ലോ അല്ലേ? തിരക്കുണ്ടെങ്കിലും നിങ്ങളെപ്പോലുള്ള വക്കീലന്മാരുടെ അത്രയും തിരക്കില്ല. കള്ളം പറഞ്ഞാൽ മാത്രം പോരല്ലോ, അത് കൃത്യമായിട്ട് കൊള്ളിക്കുകയും വേണ്ടേ? അത് കൃത്യമായിട്ട് എറിഞ്ഞു കൊള്ളിക്കുന്നോണ്ടാണല്ലോ നിങ്ങളെ പോലെയുള്ള IASകാർ കള്ളം പറയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളെ തേടി വരുന്നേ. അത് കൊള്ളാം. പക്ഷേ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നതേ കളക്ടറിന്റെ വിലയേറിയ സമയം കുറച്ചു നേരത്തേക്ക് അപഹരിക്കാൻ തന്നെയാ. വിരോധമൊന്നുമില്ലല്ലോ? അല്ല, വിരോധം ഉണ്ടെങ്കിലും എന്നെ കുറച്ചു നേരത്തേക്ക് സഹിക്കേണ്ടി വരും. പറയേ, എന്താ പ്രശ്നം? വേറൊന്നുമല്ല, എനിക്ക് തന്റെ ഒരു ഹെൽപ്പ് വേണം. ഈ ഒരു അവസ്ഥയിൽ എന്നെ സഹായിക്കാൻ താൻ മാത്രമേ ഉള്ളൂ. അരുണ, കാര്യം പറ. ഞങ്ങൾക്കിടയിൽ, അതായത് എനിക്കും മൂർത്തിക്കും ഇടയിൽ യാതൊരു സ്നേഹക്കുറവും ഇല്ല. ഞാൻ സ്നേഹിക്കുന്നതിന്റെ 100 ഇരട്ടി സ്നേഹം മൂർത്തി തിരിച്ചു തരുന്നുണ്ട്. വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയും അതുപോലെ തന്നെയാ. ആകെ എനിക്കൊരു കരടായിട്ട് തോന്നിയിട്ടുള്ളത് ദുർഗേച്ചി മാത്രം. അത് പിന്നെ വല്ലപ്പോഴും വന്ന് മൂത്ത പെങ്ങൾ എന്നുള്ള അധികാരവും കാണിച്ച് അതങ്ങ് പോവും. ഭയങ്കര വലിയ സന്തോഷത്തോടെ അല്ലെങ്കിലും ഒരല്ലലും ഇല്ലാതെ ബിസിനസിന്റെ ഉയർച്ചയും താഴ്ചയും ഒക്കെ ഉണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരിക്കുന്ന ഫാമിലിയാ. പക്ഷേ ഈയിടെയായിട്ട് മൂർത്തി വളരെ ഡിസപ്പോയിന്റഡാ. ഞങ്ങൾക്ക് കുട്ടികളില്ലെന്ന് തനിക്കറിയാലോ. അതിന്റെ വളരെ വലിയൊരു നിരാശ ആളെ ഇപ്പൊ പിടികൂടിയിരിക്കുക. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ബിസിനസ് പച്ചപിടിക്കാത്തതും കുഞ്ഞില്ല എന്നുള്ള മാനസിക വിഷമവും മൂർത്തിയുടെ ജീവിത രീതിയിൽ തന്നെ മാറ്റം വരുത്തിയിരിക്കുക. ഏത് നേരവും ചിന്തയും മുറി അടച്ചുള്ള ഇരിപ്പും. ഇങ്ങനെ പോയാ എനിക്ക് എന്റെ മൂർത്തിയെ നഷ്ടപ്പെടുവടോ. തനിക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തൂടെ? ഞങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ സീനിയോറിറ്റി പ്രകാരം 53ാമത്തെ നമ്പരാ. അത് ലേറ്റ് ആവും. ഇതിലിപ്പോ എനിക്കെന്താ ചെയ്യാൻ പറ്റുക? ശാലിനി വിചാരിച്ച അതൊന്ന് നേരത്തെയാക്കി തരാൻ പറ്റില്ലേ? ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞെങ്കിൽ ശാലിനി നൽകുന്നത് ഒരു കുടുംബത്തിലേക്കുള്ള മുഴുവൻ സന്തോഷമായിരിക്കും. ഒരു കുഞ്ഞു വന്ന് കഴിയുമ്പോ അതിന്റെ കളിയും ചിരിയൊക്കെ കൊണ്ട് മൂർത്തിയുടെ മൂഡ് ഓഫും മാറും. എനിക്ക് ഇതേക്കുറിച്ച് ആധികാരികമായിട്ട് വലിയ അറിവൊന്നുമില്ല. എന്തായാലും ഞാനൊന്ന് ശ്രമിക്കട്ടെ, എന്നിട്ട് അരുണെ അറിയിക്കാം. അത് മതി. അയ്യോ, നിങ്ങൾ അധികരിക്കും. നീ ആർക്കാ ഫോൺ ചെയ്യുന്നത്? വണ്ടി എടുക്ക്, ഇതിന് പുറകെ പോകാനുള്ളതാ. ചേട്ടാ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യ്. പെട്ടെന്ന് കൊണ്ടു. എന്താ ചേനെ? നീ ആ മുടവനെ ജംഗ്ഷനിലോട്ട് വന്നേ. ചെറിയൊരു സീനുണ്ടായി. നീ കുട്ടികളെ സ്കൂളിലേക്ക് ഒന്ന് ആക്കണം. ഞാനതിന്റെ അടുത്തന്നെ ഉണ്ട് അച്ഛനെ. ഞാനിപ്പോ എത്തിക്കോളാം. നീ എളുപ്പം വാ. വണ്ടി എടുക്കാനാ പറഞ്ഞത്. അതെ, അവിടത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നിന്നെ ഞങ്ങൾ വിടത്തുള്ളൂ. ചേട്ടാ, ഈ കുട്ടികളുടെ പരീക്ഷയാ. അവരെ സ്കൂളിലാക്കിയിട്ട് ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും വരാം. അതൊന്നും പറഞ്ഞാ പറ്റത്തില്ല ചേട്ടാ. ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നേ പറ്റൂ. കണ്ടോ, നമുക്ക് വേണ്ടിയുള്ള പണവും സുരുക്കൂട്ടി വെച്ചുകൊണ്ടുള്ള ആ കാണിക്കവഞ്ചിയുടെ ഇരിപ്പ് കണ്ടോ? അത് നിറയെ നമുക്കുള്ള പണവാ. ഇതിപ്പോ മാസത്തിലും വന്ന് ക്ഷേത്ര കമ്മിറ്റിക്കാരെടുത്തോണ്ട് പോവില്ലേ? പിന്നെ ഇതിലെന്തുണ്ടാവാനാ? വേലായുധനെ കള്ളനായിട്ട് ജനിച്ചതല്ല, ജനിച്ചതിന് ശേഷം കള്ളനായതാ. സാധാരണ സെക്രട്ടറി സ്ഥലത്തുണ്ടെങ്കിലേ ക്ഷേത്രത്തിന്റെ വക കാണിക്ക വഞ്ചി തുറക്കാൻ പാടുള്ളൂ. ഈ ക്ഷേത്രത്തിലെ സെക്രട്ടറി 3-4 മാസമായിട്ട് വിദേശ പര്യടനത്തിലാ. ഒരു 2 ആഴ്ച കൂടി പിടിക്കുന്ന നാട്ടിലെത്താൻ. പിന്നെ ഇതിന്റെ ഇടയിൽ ഇവിടെ നടന്നത് ഒരു സപ്താഹവും ഒരു പ്രതിഷ്ഠാ ദിനവും മാത്രം. രണ്ടിന്റെയും കാശ് വീണത് മൊത്തം ഈ കാണിക്ക വഞ്ചിയില്ല. വീണത് മുഴുവൻ നയാ പൈസ പോവാതെ ഇതിനകത്തുണ്ട്. അല്ല,
പിന്നെ ഇതെങ്ങനെ പ്ലാൻ ചെയ്യുന്നത്? ആരെങ്കിലും കണ്ടോണ്ട് വന്നാ നമ്മൾ രണ്ടും അകത്താവൂ. ആ ഓർമ്മ എപ്പോഴും വേണം. അതിനു വേണ്ടിയാണ് ഈ സൈറ്റ് സന്ദർശനം. പിന്നെ പേടിയോ ടെൻഷനോ ഉണ്ടെങ്കിൽ ഇതൊന്നും നടക്കൂല. മോളുടെ ഓപ്പറേഷന് കാശൊപ്പിക്കണോ? ധൈര്യപ്പെടാതെ എന്റെ കൂടെ നിന്നാ മതി. അല്ല, ധൈര്യമായിട്ട് എന്റെ കൂടെ നിന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. അല്ല, എന്താ നമ്മളിപ്പോ ചെയ്യേണ്ടത്? കാണിക്ക വഞ്ചിയുടെ നേരെയോ സമീപ പ്രദേശത്തോ CCTV ക്യാമറ ഉണ്ടോന്ന് വാച്ച് ചെയ്യണം. അത് നിന്ന നിൽപ്പിലിങ്ങനെ ഒന്ന് വട്ടം കറങ്ങിയാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. രണ്ടാമത്, കാണിക്ക വഞ്ചിയുടെ ലോക്ക് ഏത് രീതിയിലാണ് പണിതത്, എന്ത് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റലാണെങ്കിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്ത ചുറ്റുവട്ടത്തുള്ളവരറിയോ? അല്ലെങ്കിൽ ഏത് രീതിയിൽ തുറക്കാം എന്നൊരു ധാരണ ഇപ്പൊ തന്നെ ഉണ്ടാക്കി വെക്കണം. ഈ ഫോൺ എവിടെ ഒപ്പിച്ചു? കള്ളന് കഞ്ഞി വെച്ചവന്റെ അടുത്താണോ ബുദ്ധിക്ക് പഞ്ഞം? ഇതിനു വേണ്ടി ഒരുത്തന്റെ അടിച്ചു മാറ്റിയതാ. അന്വേഷണം മുറുകുമ്പോ ഇത് നമ്മൾ പോലീസുകാരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കത്തില്ലേ? പട്ടിക്ക് മുന്നിലേക്ക് എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുന്ന പോലെ. പിന്നെ പോലീസ് ആ എല്ലും കഷ്ണത്തിന് പിന്നാലെ പോയിക്കോളും. ഇതാ, നീ കള്ളന്മാർക്കൊരു മാർഗദർശിയും വഴി കാട്ടിയതാ. ഇനി എന്തൊക്കെ കാണാൻ കിടക്കണ്. ഇനി ഇപ്പൊ ഈ ക്ഷേത്രത്തില് നൈറ്റ് വാച്ച്മാൻ ഉണ്ടോ എന്ന് അറിയണം. ഉണ്ടെങ്കിൽ അവൻ എവിടെയാണ് കിടക്കുന്നത്, എത്ര മണിക്കാണ് ഉറങ്ങുന്നത്, ക്ഷേത്രത്തിന് പുറത്ത് ഫുൾ ടൈം ലൈറ്റ് ഇടുവോ, ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന കണക്ഷന്റെ ഭാഗത്ത് ഫ്യൂസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ